ആ രാജ്യത്തിന്റെ പ്രതിനിധികൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തില്ല. ആരും പങ്കെടുത്തില്ല. സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്തതും നടത്തിയിട്ടും ഇന്ത്യ ജയിച്ചതുമായ ഒരു കുശുമ്പല്ലേ എന്നോർക്കാൻ ആവാം. രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിന് എതിരെ സംസാരിച്ച പലർക്കുമുള്ള ഒരു മറുപടി എന്നോണം തന്നെ. ഒരാളുടെയും ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ 6 പാക്കും മസിലും ഉള്ള ആൾക്കാർ കളിക്കുന്ന കളിയല്ല. സച്ചിന് ഈ 6 പാക്ക് ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. അവർ ഈസ് പവർ, അങ്ങനെ യാതൊരു സംശയമില്ല. അദ്ദേഹം ഇപ്പം ICC ചെയർമാൻ ആയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ICC ചെയർമാൻ സ്ഥാനം. അവിടെ ഗസ്റ്റുകളായിട്ട് വരുന്ന കളിക്കാർക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യമാണ് പോയി ഉറപ്പായിട്ടും അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്വന്തം ഐഡന്റിറ്റിയെ ഇത്രത്തോളം ആഘോഷിക്കുന്ന ഒരു ഇന്റർനാഷണൽ റാപ്പ് പോപ്പ് സിംഗർ ഇന്ത്യക്ക് ഭാരതത്തിലുണ്ട്. അത് ആ ഭാരതത്തിന് കേരളം കൊടുത്തു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ജസ്റ്റ് അമേസിങ്. അവർക്ക് വേതനം കൊടുക്കണം, അവർക്ക് 4 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. ഇതെന്തൊരു അന്യായമാണ്, ഇതെന്തൊരു അന്യായമാണ്. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ എവിടെ ചെന്നാലും പറയും ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇത് കേരളമാണെങ്കിൽ ഇവിടുത്തെ ഈ സേവനം നടത്തുന്ന പാവപ്പെട്ടവരെ ആദ്യം കൺസിഡർ ചെയ്യും. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സംസാര വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വാർത്ത തന്നെയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ജയിച്ചു. സന്തോഷകരമായിട്ടുള്ള ജയിച്ചു. ഇതിനകത്ത് വളരെ കുറച്ച് സവിശേഷതകളുള്ള ഒരു ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു ഇത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന ചാമ്പ്യൻസ് ട്രോഫി ആ രാജ്യത്തല്ലാതെ ഫൈനൽ നടത്തി. ഒന്നാമത്തെ കാര്യം. നേരത്തെ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ നടത്തിയ ചാമ്പ്യൻസ് ട്രോഫികളിലും വേൾഡ് കപ്പിലും ഒക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏത് രാജ്യമാണോ ഹോസ്റ്റ് രാജ്യമായത് അവിടെ നടത്താത്ത ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, അവിടെ ഫൈനൽ നടത്താത്ത ചാമ്പ്യൻസ് ട്രോഫി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രതിനിധികൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തില്ല. ആരും പങ്കെടുത്തില്ല. അത് ഷോയബ് അക്തർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം അത് പറഞ്ഞ അവരുടെ എന്തോ മിനിസ്റ്റർ ആയിരുന്നു PCBയുടെ ചെയർമാൻ. അപ്പൊ പുള്ളി പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റുന്ന നോക്കിയാണ് പാകിസ്ഥാന്റെ വിശദീകരണം. പക്ഷെ അതൊരു സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്തതും നടത്തിയിട്ടും ഇന്ത്യ ജയിച്ചതുമായ ഒരു കുശുമ്പല്ലേ എന്നോർക്കാൻ ആവാം. അതാണ് അതിന്റെ ഒരു ഇതായിട്ടുള്ളത്. പിന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിയെ സംബന്ധിച്ച് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫൈനലാണെങ്കിലും രോഹിത് ശർമ്മ അടിച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്തു. പവർ പ്ലേ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഒരു ഷോർട്ട് സെലക്ഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിന് എതിരെ സംസാരിച്ച പലർക്കുമുള്ള ഒരു മറുപടി എന്നോണം തന്നെ. അതിനകത്ത് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ബാറ്റിങ്, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പലപ്പോഴും സാധാരണഗതിയിൽ ആദ്യത്തെ ഓവറുകളിൽ ഒരു ജനറൽ രോഹിത് ശർമ്മ ഫോർമുല ആണെങ്കിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ അക്ഷർ പട്ടേലിനെയാണ്. പക്ഷെ അക്ഷർ പട്ടേലിന് പകരം ചൈനാമാൻ ബോളറായിട്ടുള്ള കുൽദീപ് യാദവിനെ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ്, ICC ട്രോഫികളിലെ ഏറ്റവും നല്ലപോലെ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ് അവരുടെ പുതിയ രച്ചിൻ രവീന്ദ്ര. ഈ രച്ചിൻ രവീന്ദ്രയെ ഒരു ഫസ്റ്റ് ബോളിൽ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ലെഗ് സ്പിന്നറുടെ ഗൂഗിളിലൂടെ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാക്കിക്കൊണ്ട് അദ്ദേഹം അതൊരു ക്യാപ്റ്റൻസി. ആ സമയത്ത് കമന്ററി പറഞ്ഞുകൊണ്ടിരുന്ന ദിനേശ് കാർത്തിക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ക്യാപ്റ്റൻസി മികവിൽ കിട്ടിയ ഒരു വിക്കറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനോടും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയോടും അദ്ദേഹത്തിന്റെ കളിയോടുള്ള ആ ആത്മാർത്ഥതയോടും ചോദ്യം ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം കോൺഗ്രസിന്റെ ദേശീയ വക്താവായ ഷമാ മുഹമ്മദ് അതിനു മുമ്പ് ഇന്ത്യ ഒരു ജയിച്ച കളിയിൽ കമന്റ് ആയിട്ട് ഇട്ടൊരു കാര്യമാണ് അവര് ഫിറ്റ്നസ് ഇല്ലാത്തൊരു കളിക്കാരനാണെന്ന്. എനിക്ക് മനസ്സിലായത് ഒരു ടീം വളരെ തോറ്റുകൊണ്ടിരുന്ന സമയത്ത് പറയുന്നതിൽ ന്യായമുണ്ടോ. ഒരാളുടെയും ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ 6 പാക്കും മസിലും ഉള്ള ആൾക്കാർ കളിക്കുന്ന കളിയല്ല. അതിന്റെ ആവശ്യമില്ല കളിക്ക്. അതല്ലാണ്ട് ഗെയിം ഓഫ് അത് അവർക്ക് കളിക്കാൻ തന്നെയുള്ളൂ. സച്ചിന് ഈ 6 പാക്ക് ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. സച്ചിന്റെ റെക്കോർഡുകള് പഴയ ഇവിടെ അനൂപ് മേനോൻ 1983 സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ 1983 സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ സച്ചിൻ ആയ കാലത്ത് നീ ആയ കാലത്ത് കളിക്കുന്ന സ്ട്രൈറ്റ് ഡ്രൈവ്
സച്ചിൻ 50-ാം വയസ്സിൽ കളിക്കുന്ന സ്ട്രീറ്റ് ഡ്രൈവ് നീ നിന്നെ കൊണ്ട് ആയ കാലത്ത് കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന ഡയലോഗ്. 50-ാം വയസ്സിൽ ഏതോ ഒരു വയസ്സ് പറയുന്നുണ്ട്. അപ്പം സച്ചിൻ തെണ്ടുൽക്കർ അന്ന് കളിച്ചോണ്ടിരുന്നത് അതേപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് എന്ത് 6 pack ആണ് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് 6 pack ഒന്നും ഇല്ല, അദ്ദേഹം കളിക്കുമായിരുന്നു. VVS ലക്ഷ്മൺ, വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മൺ, അദ്ദേഹം കളിച്ചോണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശ്രീലങ്കയുടെ ഒരു കളിക്കാനുണ്ടായിരുന്നല്ലോ, അർജുന രണത്തുംഗ ഒരു ലോകകപ്പ് അടിച്ച ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ ബോഡി സൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിനൊരു കാര്യമില്ല. എനിക്ക് മനസ്സിലായില്ല. അതും പാകിസ്ഥാനെ ഇന്ത്യ തോപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു നല്ല ഇതിലേക്ക് വരുമ്പോൾ അവര് ആ ടീമിന്റെ അകത്ത് ആ ക്യാപ്റ്റൻ ഉണ്ടാക്കിയ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഒരു മാനസിക വിഷമമുണ്ടല്ലോ. ആരായാലും ഇപ്പം നമ്മളെ പബ്ലിക്കായിട്ട് ഒരാൾ അധിക്ഷേപിക്കുകയാണ്, അപ്പൊ അതിനകത്തൊരു അവർക്ക് ആ ക്യാപ്റ്റൻ ഉണ്ടായ ഒരു മനോവിഷമമുണ്ട്. അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. കാര്യം അതിന്റെ ഒരു കാര്യമില്ല. അർജുന രണതുംഗയോ എത്രയോ വലിയ വലിയ മഹാന്മാരെ കളിച്ചിട്ടുള്ള കളി. ആ കളിയിൽ അവരൊന്നും മസിൽസും ബോഡി സൈസും ഒന്നും അവർക്ക് ബാധകമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഫീൽഡിങ്ങിൽ മോശമാവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വീരേന്ദ്ര സെവാഗ് അടിച്ചിട്ട് 300, 300, 100 hours ടൈം അടിച്ച കളിക്കാരനാണ്. അദ്ദേഹത്തിന് കളിക്കുന്ന പോലെ അദ്ദേഹം ഇതുപോലെ 6 pack ഉണ്ടായിരുന്ന മനുഷ്യനല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അടിക്കുന്ന 6കളും അദ്ദേഹത്തിന്റെ ടൈമിങ്ങുകളും അദ്ദേഹത്തിന്റെ ഹാൻഡ് ഐ കോർഡിനേഷനും ഈ 6 pack പെരിപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും കളിക്കാരനുണ്ടോ? മഹേന്ദ്ര സിംഗ് ധോണി, ഇവർ ഈ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അർജുന രണതുംഗയെക്കാളും ഒക്കെ മുമ്പ് ആലോചിച്ചെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണി 2007 വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ട് ഒരു കുട്ടിക്ക് കൊടുത്തു, ഷർട്ടില്ലാതെ നടന്നു രംഗമുണ്ട്. അന്ന് അദ്ദേഹത്തിന് 6 pack ഉണ്ടായിരുന്നു. പല ആൾക്കാരും അദ്ദേഹത്തെ കളിയാക്കി. അതിനൊന്നും അല്ല കാര്യം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളി അതിനൊന്നും അല്ല കാര്യം. പക്ഷെ അതൊരു പല ആൾക്കാരും ട്വിറ്ററിലൊക്കെ എഴുതുന്നത്, ഞാൻ എക്സിലൊക്കെ കുറിക്കുന്നത് ഞാൻ കണ്ടു. മാനസികമായിട്ട് ഇന്ത്യൻ ടീമിനെ തകർക്കാനുള്ളൊരു, ഞാനങ്ങനെ ഒരു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന, അവര് സർട്ടിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് അവരുടെ സ്പോക്സ് പേഴ്സൺ, വക്താവായിട്ടൊരു വ്യക്തി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ അതിലേക്ക് പല ആൾക്കാരും വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യണം. അവർ ഡിലീറ്റ് ചെയ്തതിനു ശേഷം അവർ പറഞ്ഞു എന്റെ അഭിപ്രായം വ്യക്തിപരമാണ്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല കളിയായിരുന്നു, ഫൈനലിൽ ഗംഭീര കളിയായിരുന്നു. അതെ, അദ്ദേഹം ഗംഭീര കളിയായിരുന്നു, എല്ലാ കാര്യത്തിലും ഗംഭീരമായിട്ട് തന്നെ. പ്രഷർ കുറച്ച് നന്നായിട്ട് ബാറ്റ്, ബൗണ്ടറി സ്കൂൾ നേടുക. അതെ, റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്സിലും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നം ഉണ്ടായ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്സ് ഒന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞ ബോളറുടെ ഗംഭീര കളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്ന വിക്കറ്റ്, അതായത് അദ്ദേഹത്തിന്റെ മിസ്റ്ററി സ്പിന്ന് പിടിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ സ്പിന്നർമാരെ കൊണ്ട് കളിച്ചാണ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ ICCയിൽ ഇന്ത്യയുടെ പവർ ഉപയോഗിച്ച് സ്പിൻ വിക്കറ്റുകൾ ഉണ്ടാക്കി എങ്ങും ട്രാവൽ ചെയ്യാതെ ദുബായിലാണ് കപ്പ് ഉണ്ടാക്കിയെന്ന് കുറെ പാകിസ്ഥാൻകാർ പറയുന്നത് കേട്ടു. കുറെ ഇന്ത്യക്കാരും മലയാളികളായ ഇന്ത്യക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് അഡ്വാൻറ്റേജിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യ കളിക്കുന്ന അതേ വിക്കറ്റിലല്ലേ പാകിസ്ഥാനും കളിക്കുന്നത്, അല്ലെങ്കിൽ എതിർ ടീമും കളിച്ചോണ്ടിരുന്നത്. പാകിസ്ഥാൻ വന്നു, ബംഗ്ലാദേശ് വന്നു, ഓസ്ട്രേലിയ വന്നു, ന്യൂസിലൻഡ് 2 തവണ വന്നു. ഇവർ ഇന്ത്യ കളിക്കുന്ന പിച്ചിൽ തന്നെ കളിക്കുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. ചില കളിയിൽ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു, ചില കളിയിൽ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അവർക്കും എല്ലാം ഒരു സബ് കോണ്ടിനെന്റൽ ട്രാക്കിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഉള്ള സ്ഥലം തന്നെയായിരുന്നു. അതിനകത്ത് പിന്നെ പലരും പറയുന്നുണ്ട്, ജയ്ഷ അദ്ദേഹം ICCയുടെ ചെയർമാൻ ആയതുകൊണ്ട് ഇന്ത്യക്ക് പല മുൻഗണനകൾ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പവർ ഈസ് പവർ, അല്ലാതെ യാതൊരു സംശയമില്ല. അദ്ദേഹം ഇപ്പം ICC ചെയർമാൻ ആയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ICC ചെയർമാൻ സ്ഥാനം. വെരി സിമ്പിൾ ഫാക്ട്, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. നിനക്കറിയാമെന്ന് അറിയത്തില്ല, 1971 മുതൽ 1983 വരെ 3 വേൾഡ് കപ്പാണ്. 71, 75, 75, 79, 83 3 വേൾഡ് കപ്പുകളാണ്. ഈ 3 വേൾഡ് കപ്പുകൾ നടന്നത് ഇംഗ്ലണ്ടിലാണ്. അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരാണോ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന്റെ തലവൻ, അവർ ഓട്ടോമാറ്റിക്കലി ഡിഫാക്ടോ എന്നൊക്കെ ഓട്ടോമാറ്റിക്കലി ആകും. ഡിഫാക്ടോ അല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർ ICCയുടെ ചെയർമാൻ ആകുന്നൊരു, അതായിരുന്നു അവിടുത്തെ ഒരു കീഴ്വഴക്കം. അപ്പൊ ഈ 1983 ഇന്ത്യക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇന്ത്യൻ ടീം കളിക്കാൻ പോയിട്ടുള്ളത്.
ഇപ്പോഴത്തെ സുനിൽ ഗവാസ്കറും കപിൽ ദേവും റോജർ ബിന്നിയും അടക്കമുള്ള എല്ലാ കളിക്കാരും കൃഷ്ണമാചാരി ശ്രീകാന്തും അമർനാഥും എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, കളിച്ചോണ്ടിരുന്നത്. അന്ന് ലോർഡ്സിൽ ഇന്ത്യക്ക് കളിയില്ല, കാര്യം ഇന്ത്യ ഒരിക്കലും എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ കൂടെ ട്രാവൽ ചെയ്ത ഇന്ത്യയുടെ മാനേജേഴ്സ് സെക്രട്ടറി സംതിങ് ഞാൻ മറന്നു, അദ്ദേഹം എല്ലാവർക്കും പാസ് എഴുതി കൊടുക്കുമല്ലോ. അപ്പൊ അദ്ദേഹം ടീമിന്റെ ടോപ്പ് ഒഫീഷ്യലാണ്. ലോർഡ്സിന്റെ പാസ് കൊടുക്കത്തില്ല ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ്. അപ്പം ലോർഡ്സിൽ പാസ് ആണല്ലോ കയറാൻ. അപ്പൊ അദ്ദേഹം ചെന്ന് ചോദിക്കുക, എനിക്കെന്നാ ലോർഡ്സിന്റെ പാസ്സില്ല, നിങ്ങൾ അതിന് ഫൈനലൊന്നും പോകാൻ പോകുന്ന ഒരു ടീം അല്ലല്ലോ, നിങ്ങൾക്ക് എന്തിനാ പാസ്? അത്ര ഡിസ്റെസ്പെക്ട് ആണ് ഇന്ത്യയിൽ നിന്നൊന്നും ഒരു ഒഫീഷ്യലിനോട് കാണിച്ചിട്ടുണ്ട്. അവർക്ക് അന്നേരവും അവരുടെ കൊളോണിയൽ മൈൻഡ് സെറ്റിൽ തന്നെയായിരുന്നു അവർ. ഇതിനേക്കാളും എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അന്നൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ എനിക്കൊന്ന് ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ, അന്നത്തെ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ലണ്ടനിൽ ചെല്ലും, കളി നടക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫിനും അവർ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുന്ന എന്തോ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ലണ്ടനിൽ. അപ്പോൾ അതിനുവേണ്ടി ചെല്ലുന്ന സമയത്താണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് BCCI അന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിനോ, അതായത് ICCയോട് ആകെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് 2 ടിക്കറ്റ് തരാവുന്ന, 2 ടിക്കറ്റ്. അതാർക്ക? ഇന്ത്യയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രി, അദ്ദേഹത്തിന് 2 ടിക്കറ്റ്, അദ്ദേഹത്തിനോട് 2 ടിക്കറ്റ് തരാമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് തഴിഞ്ഞ് അവർ നമുക്ക് ടിക്കറ്റ് തന്നില്ല. അതുപോലെ അന്ന് അവന്മാരുടെ വിചാരം അവരുടെ കാലിനടിയിലാണ് ഭാരതം എന്നുള്ള കൊളോണിയൽ മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഇരുന്നത്. നൗ ടേബിൾസ് ഹാവ് ചേഞ്ച്ഡ്. അപ്പം അവരന്ന് ചെയ്തതിനൊക്കെ അത്രയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ ആരെയും മോശമായിട്ട് പറയുന്നില്ല, നമ്മൾ ആർക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നില്ല. നമ്മൾ ആകെ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന രാജ്യത്ത് ഇന്ത്യക്ക് പോകാൻ സാധിക്കില്ല. അതെ, കാര്യം നമുക്ക് എന്ത് പ്രശ്നമാണോ, നമ്മൾ പാകിസ്ഥാൻ 2004 അടൽ ബിഹാരി വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഉള്ള കുറച്ച് നീക്കുപോക്കുകളാണ് 2004 നമ്മളന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി, ടൂർണമെന്റ് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മൾ പോയി പാകിസ്ഥാനിൽ പോകുന്നു, ടൂർണമെന്റ് കളിക്കുന്നു, വരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തതാണ് 2004. വി വർ റെഡി ടു ഡു ദാറ്റ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള സമ്പൂർണമായ പങ്കുണ്ടെന്ന് തെളിഞ്ഞതും കൊണ്ട് കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാനോടുള്ള പോക്കൽ പരിപാടി നിർത്തിയത്. ഇതിനുശേഷം ഇന്ത്യ പറഞ്ഞ സെക്യൂരിറ്റി കൺസേൺസ്, ലോകരാജ്യങ്ങൾ അവിടെ പങ്കെടുക്കുന്ന കളിക്കാർക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടെന്നതിന് തെളിവും ഇന്ത്യയല്ല പിന്നീട് കാലം തെളിയിച്ചു. 2000 കൃത്യമായിട്ട് വർഷം 2012 13 ശ്രീലങ്ക പാകിസ്ഥാനിൽ പോവുകയും കറാച്ചിയിൽ അവരുടെ നാഷണൽ സ്റ്റേഡിയത്തിലേക്ക് അവർ കാറിൽ അവരുടെ ബസ് സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ മഹിള ജയവർദ്ധന, മുത്തയ്യ മുരളീധരൻ, കുമാർ സംഗക്കാര മുതലായ ലെജൻഡറി പ്ലേയേഴ്സ് എല്ലാമുള്ള ടീമിന് നേരെ തീവ്രവാദികൾ ആക്രമണം ഉണ്ടാക്കി. എനിക്കൊന്ന് 3/3 മാർച്ച് 3 ഉണ്ടായിരുന്നു ആ വർഷം, കൃത്യമായിട്ട് ഓർക്കുന്ന ഡേറ്റ്. പക്ഷെ അവർക്കെതിരെ വെടിയുയർത്തു. അങ്ങനെ ഒരു രാജ്യത്ത് ക്രിക്കറ്റ് നടക്കുമ്പോൾ അവിടത്തെ തീവ്രവാദികൾ അഴിഞ്ഞാടി അവിടെ ഗസ്റ്റുകളായിട്ട് വരുന്ന കളിക്കാർക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നപ്പോൾ, അപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യം അവിടെ പോയി ഉറപ്പായിട്ടും അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്വാഭാവികം. അതുകൊണ്ടാണ് ഇന്ത്യ പോകത്തില്ല. അല്ലാണ്ട് ഇന്ത്യക്കാർ അന്ന് ഇംഗ്ലണ്ടുകാർ കാണിച്ച പോലെ ഒരു മാടമ്പി മനോഭാവം ഒന്നും കാണിക്കുന്നവരല്ല, നമ്മൾ കാണിക്കുന്നുമില്ല. പക്ഷേ വിൽ സ്റ്റാൻഡ് ഫോർ അവർ റൈറ്റ്സ്. ഞങ്ങൾ അവിടെ പോകത്തില്ല, ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് എന്ത് വിശ്വാസത്തിൽ ഞങ്ങളുടെ 15 കളിക്കാരെയും ഞങ്ങളുടെ സപ്പോർട്ട് സ്റ്റാഫിനെ അവർ വിടുന്നത്? എന്ത് വിശ്വാസമുണ്ട് അവർ തിരിച്ചു വരുമെന്ന്? ഇവർക്ക് തരാൻ പറ്റുമോ? ഉറപ്പ് തരാൻ പറ്റുമോ? തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇന്ത്യൻ സൈന്യം എത്ര നാള് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ ഉണ്ടോ അത്രയും നാളെ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായിട്ട് പാകിസ്ഥാന്റെ ഇത് ഏറ്റെടുക്കണം. അങ്ങനെയാണ് നടക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ സോവറിനിറ്റിക്ക് എതിരായുള്ള കാര്യമാണ്, അവരിത് സ്വാഭാവികമായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതാണ് അതിന്റെ കാര്യം. പിന്നെ പാകിസ്ഥാൻ ഒരു വമ്പൻ പരാജയമാണെന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. അവരുടെ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. മഴ കാരണം അവർക്ക് കളികൾ നടത്താൻ സാധിച്ചില്ല, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വമ്പൻ പരാജയമാണെന്നുള്ളതിൽ അതിൽ പ്രത്യേകിച്ചൊരു
സംശയവുമില്ല. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വമ്പൻ പരാജയമായിരുന്നു. പിന്നെ ഗൗതം ഗംഭീറിന് ഇത് വലിയൊരു ഗൗതം ഗംഭീർ ലിമിറ്റഡ് ഓവറിൽ ആള് പുലിയാണെന്ന് തന്നെയാണ്. അതെ, അങ്ങനെയല്ല, അതും ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ബോർഡർ ഗാവസ്കർ ട്രോഫി തോറ്റതും ഇതൊക്കെ ഒരു കളിയാവുമ്പോൾ ജയിക്കും തോക്കും. അല്ല, ഒരു സീസൺ കണ്ട് ശ്രീലങ്കയോട് പരാജയപ്പെട്ട തുടക്കത്തിൽ ഫസ്റ്റ് പരമ്പര തന്നെ ശ്രീലങ്കയോട് പരാജയപ്പെട്ടാണ് ഗംഭീർ തുടങ്ങിയത്. ഗൗതം ഗംഭീറിന് ഒരു ഉന്മേഷം ഇത് കൊടുക്കും എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം ഇനി കൂടുതൽ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഡസന്റ് ഷോ മച്ച് കോൺഫിഡൻസ് ഇൻ ദ ഐ മീൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരിക്കും. പക്ഷെ അത് ഗൗതം ഗംഭീറിന് തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിനൊരു ഇതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ അതൊരു വലിയൊരു വാർത്ത തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് താല്പര്യം, നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുള്ളൊരു ഒരു പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹനുമാൻ കൈൻഡിന്റെ റൺ ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ ഓഡിയോ പുതിയ അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്കോർ അത് പുറത്തിറങ്ങി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ബിഗ് ഡോഗ്സ് എന്ന് പറഞ്ഞ റാപ്പ് സോങ് ഹിറ്റായതിനു ശേഷം അദ്ദേഹം പല സ്ഥലത്തും അമേരിക്കയിൽ എമ്പാടും വളരെ വലിയൊരു തരംഗം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. ഈവൻ അമേരിക്കയിലെ ഇതിന് NFL-ന്റെ പ്രധാനപ്പെട്ട ഇവന്റുകളിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ബിഗ് ഡോഗ്സ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം പാട്ട് എന്ത് വരും എന്നുള്ള റൺ ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ പാട്ട് ഏറ്റവും കൂടുതൽ അതിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും എത്രത്തോളം അതിൽ പാട്ടിൽ കാണിക്കുന്നു വിതൗട്ട് ഫിയർ. അതെ, പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മുടെ തെയ്യവും കഥകളിയും കളരിപ്പയറ്റും ചെണ്ടവാദ്യങ്ങളും ചെണ്ടമേളങ്ങളും ഒക്കെ നമുക്കെപ്പോഴും അതെന്തോ കുറവാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. വിൽ റാദർ ഡു ജാസ് ഓർ മറ്റേ എന്തുവാ പോപ്പ് സോങ്സിലോ അങ്ങനെ ഒരു വെസ്റ്റേൺ രീതിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അദ്ദേഹം തനതായ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും കേരളത്തിന്റെ മാത്രമല്ല മറ്റ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും മഹാരാഷ്ട്രയുടെയും പല 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 ഭാഗങ്ങളിലുള്ള പല കായിക വിനോദങ്ങളും പല മാർഷൽ ആർട്ടുകളും അദ്ദേഹം സമന്വയിപ്പിച്ചാണ് വീഡിയോയുടെ വിഷ്വൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ലൈൻ വളരെയധികം ആ വരികളിലൂടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, വളരെയധികം അർത്ഥവത്തായ ലൈനുകളാണ്. ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ പീപ്പിൾ എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റിയെ ഇത്രത്തോളം എന്താ പറയുക, ഇത്രത്തോളം ആഘോഷിക്കുന്ന ഒരു ഇന്റർനാഷണൽ റാപ്പ് പോപ്പ് സിംഗർ ഇന്ത്യക്ക് ഭാരതത്തിലുണ്ട്. അത് ആ ഭാരതത്തിന് കേരളം കൊടുത്തു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ജസ്റ്റ് അമേസിങ്. റൺ ഇറ്റ് അപ്പ് അത് കഴിഞ്ഞ ആഴ്ച വന്നു. അത് നമ്മൾ പറയാതെ പോകുന്നത് തെറ്റൊരു കഴിഞ്ഞ ആഴ്ച ഒരു വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ഇവന്റ് ആണെന്ന് തന്നെ പറയാം. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കേരളത്തിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കേരളത്തിലെ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആശാ വർക്കർമാരുടെ സമരം ഒരു മാസം 10-40 ദിവസമെങ്കിലും ആയി കാണും. പിന്നിട്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാരുമായിട്ടുള്ളവരാണ് ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ആശാ വർക്കർമാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ കുറവായിരിക്കാം, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കോവിഡിനോടനുബന്ധിച്ചാണ്. എല്ലാവരും വീട്ടിൽ അടഞ്ഞ് ഒതുങ്ങി ക്വാറന്റൈനിലിരിക്കുമ്പോൾ ലോകത്തെ പേടിച്ചിരിക്കുമ്പോൾ ഇവര് മരുന്നുമായിട്ട് എല്ലാ വീടുകളിലും ചെന്ന് കൊടുക്കുക, വേണ്ട ശുശ്രൂഷകൾക്കുള്ള ഇടപാടുകൾ ചെയ്യുക, സംസാരിക്കുക. ആ സമയത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആകെ സംസാരിച്ചു കൊണ്ടിരുന്ന, വീട്ടിൽ നിന്ന് വെളിയിൽ ആകെ നേരിട്ട് കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരു ആൾക്കാരാണ് ആശാ വർക്കർമാർ. അവർക്ക് വേതനം കൊടുക്കണം, അവർക്ക് 4 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്തൊരു അന്യായമാണ്. അവരെ പോലെ കഷ്ടപ്പെടുന്ന എല്ലാ വിധത്തിലും അവർക്ക് യാതൊരു വിധത്തിലും എല്ലാ വിധത്തിലും എല്ലാ അർഹതകളും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കേണ്ട
കൂട്ടം ആൾക്കാർ കേരളത്തിലില്ല. ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരിൽ ഒരാളാണ്, ഒരു കൂട്ടരാണ് അവർ. അവർക്കത് കിട്ടാണ്ടിരിക്കുന്നു. അവർക്കത് കൊടുക്കേണ്ടതാണ്. അപ്പം കേരള സർക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ വളരെ വ്യക്തമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് പൈസയുടെ കണക്ക് എന്നാൽ തിരിച്ച് കേരള സർക്കാർ കൊടുത്തിട്ടുമില്ല. അതൊരു പ്രശ്നമാണെന്നുള്ള കാര്യം. അപ്പം ആശാവർക്കർമാർ കൊടുക്കാനുള്ള കേന്ദ്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കൊടുക്കേണ്ടവരാണ്. പിന്നെ മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും മഹാരാഷ്ട്ര ആയാലും ഉത്തർപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അങ്ങനെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആശാവർക്കർമാരുടെ വേതനം കേരളത്തിനേക്കാൾ ഒത്തിരി മുകളിലാണ്. ഉത്തരാഖണ്ഡിൽ എനിക്ക് തോന്നുന്നു 18,000 രൂപയാണ് കൊടുക്കുന്നത് ഒരു മാസം. ആ സർക്കാരുകൾ കൊടുക്കുന്നുണ്ട് അത്. പക്ഷെ കേരളത്തിലെ സർക്കാർ കൊടുക്കുന്നില്ല. അത് ഒരു വിഹിതം കേന്ദ്രത്തിന്റെയും മറ്റു വിഹിതം ലാർജർ വിഹിതം സംസ്ഥാന സർക്കാരിന്റെയുമാണ്. അപ്പൊ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ കൂട്ടിക്കൊടുക്കണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല. പൈസ അവർക്ക് എക്സ്ട്രാ കൊടുക്കണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് അവർ കൊടുക്കേണ്ട പൈസ, അവർക്ക് എല്ലാ മാസവും കിട്ടേണ്ട ശമ്പളമെങ്കിലും കൃത്യസമയത്ത് കൊടുക്കണ്ടേ. ഇത് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എവിടെ ചെന്നാലും പറയും ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇത് കേരളമാണെങ്കിൽ ഇവിടുത്തെ ഈ സേവനം നടത്തുന്ന പാവപ്പെട്ടവരെ ആദ്യം കൺസിഡർ ചെയ്യണം. അവർക്ക് കൊടുക്കണം. വെയിലെന്നോ മഴയൊന്നോ ഇല്ലാതെ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന്. എന്തൊരു കഷ്ടമാണിത്. എന്തൊരു കഷ്ടമാണെന്നേ പറയാനുള്ളൂ. കഷ്ടമേന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ശോകമാണ്, കട്ട ശോകമാണ്. അതിലെന്തെങ്കിലും ചെയ്യണം. അത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ചെയ്താലേ പറ്റത്തുള്ളൂ. കേരള സർക്കാർ ഉടനെ അതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കാം. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാം. പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു സോ മച്ച്.